പുഴയുടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു പെങ്കൊച്ച് ഒരു വഞ്ചിയിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളുടെ അച്ഛൻ വന്നിട്ട് അവളോട് സൂക്ഷിച്ചിരുന്ന് കളിക്കുക, അറിയാണ്ടെങ്ങാനും വെള്ളത്തിൽ വീണ് ഞാൻ രാക്ഷസമീൻ വന്ന് അവളെ പിടിച്ചോണ്ട് പോകുന്നു പറയാണ്. പക്ഷെ ഇത് കേട്ടിട്ട് ആ കൊച്ചു വിശ്വസിക്കേണ്ട, അച്ഛൻ ചുമ്മാ നുണ പറയില്ലേ എന്ന് പറയാണ്. ഈ കൊച്ചും ആ വെള്ളത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് ആ വെള്ളത്തിൽ നിന്ന് എന്തോ പൊന്തി വരാണ്. എന്താന്ന് നോക്കി കഴിയുമ്പോൾ അത് അവളുടെ അച്ഛൻ തന്നെ ഇവളെ പേടിപ്പിക്കാനായിട്ട് പൊന്തി വരുന്നതാണ്. ഇത് കണ്ടിട്ട് പേടിച്ച് ഈ കൊച്ചു കരയാൻ തുടങ്ങാണ്. ഇവളുടെ അച്ഛൻ ഇവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കിടന്ന് കുറെ അഭ്യാസങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാണ്. ഇവളും ഇതൊക്കെ കണ്ടിട്ട് ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് എന്തോ വന്ന് ഇവളുടെ അച്ഛനെ കടിച്ച് തിന്നാണ്. ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് ഈ ഗ്രാമത്തിലേക്ക് ഒരു മന്ത്രവാദി വന്നിട്ട് ഒരു ഗുണ്ട് പോലത്തെ ഒരു സാധനം എടുത്ത് വെള്ളത്തിലേക്ക് ഇടാണ്. അത് വെള്ളത്തിൽ വീണുടനെ തന്നെ പൊട്ടിത്തെറിച്ച് ഒരു വലിയ മീൻ ചത്തുപൊങ്ങാണ്. ഇയാളും ആ മീനെ കാണിച്ചിട്ട് ഈ മീനാണ് നിങ്ങൾ ഇത്രയും കാലം ശല്യം ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പൊ ഞാൻ ആ മീനെ പിടിച്ചു എന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കാണ്. അപ്പോൾ ഒരുത്തൻ വന്നിട്ട് ഇതല്ല ആ മീൻ, ഇതൊരു സാധാ മീനാണ്, വേറൊരു രാക്ഷസ മീൻ വെള്ളത്തിലുണ്ടെന്ന് പറയാണ്. പക്ഷെ ഇയാൾ പറയണത് ആരും വിശ്വസിക്കണില്ല. ഇവനാണ് നമ്മുടെ മൂവിയുടെ ഹീറോ. ഇവൻ പറയണത് ആരും വിശ്വസിക്കേണ്ട, ആ മീൻ ചത്തുപോയി, ഇനി ഒരു പ്രശ്നവും ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ എല്ലാവരും ഇറങ്ങി കുളിക്കാൻ തുടങ്ങാണ്. ഇവരിങ്ങനെ ജോളിയായിട്ട് കുളിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ രാക്ഷസ മീൻ വന്ന ഒരു പെണ്ണിനെ മുഴുവനായിട്ട് വിഴുങ്ങിയിട്ട് പോവാണ്. ഇത് കണ്ടിട്ട് ഈ വെള്ളത്തിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ കരയിലേക്ക് നീന്താണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ നാക്ക് നീട്ടിയിട്ട് കരയിൽ നിന്ന് ഒരുത്തനെ വെള്ളത്തിലേക്ക് എടുത്തോണ്ട് പോവാണ്. അപ്പൊ നമ്മുടെ ഹീറോ, നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കാണ്ടിരിക്കും, നിങ്ങൾ ഉണ്ടാക്കുന്ന സൗണ്ട് വെച്ചിട്ടാണ് അത് നിങ്ങളെ കണ്ടുപിടിക്കണേന്ന് പറയാണ്. അപ്പൊ ഒരു കൊച്ചു ദൂരെ അവളുടെ അമ്മ നിക്കണം കണ്ടിട്ട് അവരുടെ അടുത്തേക്ക് കരഞ്ഞോണ്ട് ഓടി വരാണ്. ഇവളുടെ അമ്മ ഇവളോട് ഒച്ച ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ടൈമിൽ തന്നെ ഇവളുടെ സൗണ്ട് കേട്ടിട്ട് ആ രാക്ഷസ മീൻ അതിന്റെ നാക്ക് നീട്ടിയിട്ട് കൊച്ചിനെ എടുത്തോണ്ട് പോകാൻ നോക്കാണ്. ഇവളുടെ അമ്മ ഓടിപ്പോയി ഇവളുടെ കൊച്ചിനെ കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ കാലി പിടിച്ചു വെക്കാണ്. അപ്പൊ ഒരുത്തന്നെ ഒരു കത്തി എടുത്തോണ്ട് വന്നിട്ട് ഈ മീനിന്റെ നാക്ക് വെട്ടാണ്. പെട്ടെന്ന് ആ കൊച്ചു സ്ലിപ്പായിട്ട് വെള്ളത്തിലേക്ക് വീഴാൻ പോകുമ്പോൾ ഇവളുടെ അമ്മ അവളുടെ കൈ മുറുകെ പിടിച്ചു വെക്കാണ്. അപ്പൊ ആ രാക്ഷസ മീൻ വെള്ളത്തിൽ നിന്ന് വാതുറന്ന് പൊങ്ങി വന്നിട്ട് ഈ കൊച്ചിനെ കടിച്ചോണ്ട് പോവാണ്. ഇത് കണ്ട് ദേഷ്യം സഹിക്കാണ്ട് ഇവളുടെ അമ്മ ഒരു ഇരുമ്പ് കമ്പി എടുത്തോണ്ട് വെള്ളത്തിലേക്ക് ചാടിയിട്ട് ഇപ്പൊ ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുമ്പിലേക്ക് വരാൻ പറഞ്ഞ് ഒച്ചയുണ്ടാക്കാണ്. ആ രാക്ഷസ മീനും അവളുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കാണ്. ആ നിപ്പ് കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. അത് കഴിഞ്ഞിട്ട് ഈ മീൻ അതിന്റെ വാ തുറന്നിട്ട് ഇവളെയും വിഴുങ്ങിട്ട് പോവാണ്. പോകുമ്പോ ഇതൊരു പാലവും ഉടച്ചിട്ടാണ് പോണത്. ആ പാലത്തിന്റെ മുകളിൽ ഒരു കൊട്ടയിലിരുന്ന വാവ ആ കൊട്ടയപ്പാടെ വെള്ളത്തിലേക്ക് പോവാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോ ഓടിപ്പോയി കുറെ കഷ്ടപ്പെട്ട ആ കൊച്ചിനെ എങ്ങനെയൊക്കെയോ രക്ഷിക്കാണ്. ഇപ്പൊ ആ രാക്ഷസ മീൻ ഇവനെ പിടിക്കാൻ ചാടി വരുമ്പോ അവിടെയുള്ള ഒടിഞ്ഞ ബ്രിഡ്ജിൽ വന്ന് വീണ് ശ്വാസം കിട്ടാണ്ട് കിടക്കാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോ ഈ മീനിനെ കൊല്ലാൻ ഇതാണ് കറക്റ്റ് ടൈം എന്നും പറഞ്ഞുകൊണ്ട് ആ പാലത്തിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് ആ മന്ത്രവാദിനെയും കൂട്ടിയിട്ട് ചാടാണ്. ഇവര് ചാടി ഫോഴ്സിൽ ആ മീൻ ചെറുതായിട്ട് പൊങ്ങിയിട്ട് വീണ്ടും ആ ബ്രിഡ്ജിൽ തന്നെ ഇടിച്ചു വീഴാണ്. അപ്പൊ ഇവരും തെറിച്ചു പോവാണ്. ഇത് കണ്ടിട്ട് ആ ഗ്രാമത്തിലുള്ള കുറച്ച് ആൾക്കാർ ഒരുമിച്ച് ആ പാലത്തിന്റെ മറ്റേ സൈഡിലേക്ക് ചാടാണ്. അതുകൊണ്ട് ഈ മീൻ കുറച്ചുകൂടെ ഉയരത്തിൽ പൊങ്ങി പാലത്തിൽ തന്നെ ഇടിച്ചു വീഴാണ്. ആ ചാടി എല്ലാവരും തെറിച്ചും പോവാണ്. അപ്പൊ പെട്ടെന്ന് അവിടെ എല്ലാം കുലുങ്ങാൻ തുടങ്ങാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 പേരുടെ വണ്ണമുള്ള ഒരു പെണ്ണ് ഓടി വന്നിട്ട് ആ പാലത്തിലേക്ക് ചാടാണ്. ആ ഫോഴ്സിൽ ഈ മീൻ പറന്നു വന്ന് മുകളിൽ വീഴാണ്. മുകളിൽ വന്ന് വീണ് ശ്വാസം കിട്ടാണ്ട് ഈ രാക്ഷസ മീൻ ഒരു മനുഷ്യനായിട്ട് മാറാണ്. ശരിക്കും നമ്മുടെ ഹീറോ ഒരു ഡയമണ്ട് ഹണ്ടർ ആണ്. അതുകൊണ്ട് ഈ രാക്ഷസ മീനെ നല്ലവനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അതിന്റെ അടുത്ത് പോയിരുന്നിട്ട് കുറെ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സഹിക്കാൻ പറ്റാണ്ട് ഈ ഡയമണ്ട് നമ്മുടെ ഹീറോനെ പിടിച്ച് നല്ല അടി അടിക്കുകയാണ്. അപ്പൊ അവിടേക്ക് ഒരു പെണ്ണ് വരാണ്. ഇവളാണ് നമ്മുടെ ഹീറോയിൻ. ഇവളാ ഡയമനെ പിടിച്ചിട്ട് നല്ല ഇടി കൊടുത്തിട്ട് ഒരു കുപ്പിയിൽ പിടിച്ച് അതിനടയ്ക്കാണ്. അങ്ങനെ ആ ഗ്രാമത്തിലെ എല്ലാ പ്രോബ്ലംസും തീരാണ്. ആ ഗ്രാമവാസികളും അത് കഴിഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാണ്. സ്റ്റോറി ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.